ആഫ്രിക്കയിൽ നിന്നും ഒരു പാമ്പിന്റെ ഡോക്ടർ വന്നു, അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ ശാന്തമ പറഞ്ഞു. എന്നാലും ഒന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. നമ്മ ദാസപ്പൻ കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാനേ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ഇങ്ങനെ ചികിത്സിച്ചോണ്ടിരിക്ക. അത് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ പോകുമ്പം വെള്ളത്തിൽ ചവിട്ടാ സൂക്ഷിച്ചു പോണം. വെള്ളം തൊട്ടാൽ അപകടം. വെള്ളം വെള്ളം കിടക്കുന്നു. വെള്ളം 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 വെള്ളം. ഒന്ന് നിർത്ത. അല്ല തമ്പ്യത്തിയ എങ്ങോട്ടാണാവോ? ഞങ്ങള് പുല്ലാറ്റുപുറത്ത് വരെ പോവാ. അന്ന് രാത്രിയിലത്തെ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി. ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാ. താങ്കൂടെ വേണം കയറിയോ? ഇതാരി നമ്മുടെ പട്ടേരത്ത് പപ്പനാഥ സാറല്ലയോ? പത്മനാഭന അല്ലല്ലോ. അല്ല, ഉണ്ണിത്താനത്തിയല്ലോ. ഞാൻ ആകെ അങ്ങ് അല്ല, ഇതാര്? നമ്മുടെ കുഞ്ചാകുട്ടിയല്ലയോ? അടയ്ക്കണോ? അടച്ച വീട് തുറക്കണോ? വേഗം വിട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ. തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ, ഇത് ഞാനാ. ഞാൻ ദാസപ്പൻ കുട്ടി. ഓ, നീയാണോ? ചേട്ടൻ അറിഞ്ഞോ? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് പ്രാന്താന്ന്. ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അവിടെ നിൽക്കുക. വേറെ ആരുമില്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയാ. ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ. 4 തകടി പൂച്ചിട്ടുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ. ഭയപ്പെടണ്ട. എന്റെ ഈ തകട് അത്ര മോശമൊന്നല്ല. മിണ്ടാതെ ഉരിയാടാതെ മേടയ്ക്കുള്ളിലെ 4 മൂലയ്ക്ക് അങ്ങോട്ട് സ്ഥാപിക്കുക. എനിക്കിപ്പൊ കക്കൂസി പോണം. കുറച്ചുകൂടെ അങ്ങോട്ട് പോകില്ലേ? എങ്ങോട്ട്? ഈ പടിയൊക്കെ കയറി മുകളിലേക്കോ? ഇത് തോണിയാഹേ. സൂക്ഷിച്ചിറങ്ങിക്കോളൂ. പോവുക, കയ്യ പിടിക്കാം. ഓ, ആയില്ലഞ്ചേരി കോവിലകത്തേക്ക് എങ്ങനെയാ വഴി? എവിടുന്നാ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇയാളെ ചോദിച്ചാ മതി.
നിങ്ങൾ ആരാ? ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരെന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഓ എന്നാ വഴി കാണിച്ചാൽ മതി. എത്ര മൈൽസ് ഉണ്ടാവും സുമാർ? ഇനി മൈൽസ് ഒന്നുമില്ല, കുറച്ചടന്നാ മതി. എടോ ഈ കോലോത്ത തമ്പുരാക്കന്മാരെന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ. പിന്നെ നാടി വരിച്ച കുടുംബമല്ലേ. ആ കാണുന്ന തെങ്ങുംതോപ്പില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. 100 തണ്ടാമാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും. അപ്പൊ 100 തണ്ടാന്മാരെപ്പോഴും തെങ്ങുമ്പോ തന്നെ ആയിരിക്കും അല്ലേ? തണ്ടാന്മാരെ കാര്യം വലിയ കഷ്ടാണല്ലോ. പുളൂസൊന്നുമല്ല, ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെ മണപ്പുറത്ത് എടുക്കല്. ബാക്കിയുള്ളവര് കോലോത്ത് പണിയെടുക്കുന്നവരാ. ഈ പാടവും ഇതിന്റെ അപ്പുറത്തെ പാടവും അതിന്റെ അപ്പുറത്തെ പാടവും എല്ലാം കോലോത്ത് വീട്ടിലേതാ. ആരും ഇതിന് അതെന്താടോ അങ്ങനെ? അതിനാണ് നടന്നിടുന്നപ്പോ രാത്രിയാവും. രാത്രിയാ പിന്നെ കണ്ണു കാണാൻ പറ്റൂല്ലോ. എന്നാ പിന്നെ അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വെളിച്ചാകുമ്പോ എണീറ്റ് നടന്നാ പോരെ. എന്റെ വീട്ടിലോ ഒന്ന് നിർത്തണോ? ഇതാ കോലോത്തെ വീട്. ഓ, നിങ്ങൾ ശരിക്കും ആരാ? ശരിക്കും ഞങ്ങള് കൊലോത്ത തമ്പരാക്കന്മാരാ, അളിയന്മാരാ. എന്തേ മതിയായോ? ഓ കൊറേ നേരം ഇങ്ങനെ കിടന്ന് പടയ്ക്കണു. വലിയനാവുന്നാര് കണ്ടോ? കുട്ടിയാ, കുറുമ്പനുവാ, കണ്ടാലറിയാ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണനാ എനിക്ക് ഇവനെ കാണുമ്പോ ഓർമ്മ വരുന്നേ. ഒപ്പളങ്ങാട്ടോട്ട ബാലകൃഷ്ണൻ എന്നെയും അറിയാം, എനിക്ക് അവനെയും അറിയാം. അവന്റെ കൊമ്പൊതുക്കും അവന് കിട്ടുകയില്ല. വലിയനാവുന്നാര് ഇവനെ നോക്കാനാവോ നമ്മളെ വിളിപ്പിച്ചത്? അങ്ങനെ ആവോ ചെറിയ രാമനായരെ? അത് അവിടെ ആരോ ഒരാൾ ഇരിക്കണ്ടല്ലോ. പോയി നോക്ക. വരിക വീട്ടുകാരെ. എന്താ? ഞങ്ങൾ ചുണ്ടങ്ങാപ്പൊലിന്ന് വരിക. ചോറോ കഞ്ഞിയോ വേണോ വെച്ചാ പിന്നാമ്പുറത്തേക്ക് ചെന്നോളൂ. ഇവിടുത്തെ തമ്പുരാനല്ല അടുക്കള കാര്യങ്ങൾ നോക്കുന്നത്. അടുക്കള കാര്യത്തിലൊന്നല്ല, ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തളയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറിപ്പടി കിട്ടിയിരുന്നു. അങ്ങനെ പുറപ്പെട്ടതാ. ഇവിടെ ഇപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടല്ലോ. ആയില്ലഞ്ചേരി കോവിലകല്ലേ ഇവിടുത്തെ കാര്യസ്ഥം കുറുപ്പടി അയച്ചേ. കുഴപ്പക്കാരൻ എത്ര വലിയ ശക്തനായാലും ശരി, അദ്ദേഹത്തെ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. അതിനുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാ ഞങ്ങള്. ഓഹോ, ചെലപ്പോ എന്റെ അമ്മാവനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത്. അമ്മാവും കുഴപ്പക്കാരനാണോ? സ്വല്പം മാനസികമാണ്. ആയിക്കോട്ടെ. അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും. വരൂ, അകത്തോട്ട് പോന്നോളൂ, ആളിനെ കാട്ടിത്തരാം. ഓ വരിക. ആ ഇരിപ്പ് തന്നെ കുഴപ്പ. രോഗമില്ലെന്നൊക്കെ പറയാൻ നോക്കും, പക്ഷെ വിടരുത്. ആ പ്രശ്നേ ഇല്ല. ചെറിയ രാമനായര് ഒന്ന് ഉറപ്പിച്ചോളൂ. മേക്കിട്ട് കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും. നോക്കി പേടിപ്പിക്കണ്ട. അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. ചോദിക്കേണ്ടവരെ ചോദിച്ചിട്ട് തന്നെയാ വന്നിരിക്കണത്. അനങ്ങി പോരുത്. അവിടെ ഇരിക്കും. അവിടെ ഊന്നാല് ഇന്നിവിടെ ഊന്നാല്. ആരാ നിങ്ങളാ? കാര്യസ്ഥന്റെ കുറിപ്പടി പ്രകാരം ചമ്പുരാനെ നോക്കാൻ വേണ്ടി. കുഞ്ഞൂട്ടന്റെ കാര്യത്തിനാ? അതിന് നിങ്ങൾ എന്തിനാ ഇയാളെ കയറി പിടിച്ചത്? കുറച്ചു മുമ്പ് ഒരാളെ ഇയാളുടെ നിലക്കാണ് അസുഖം. ആര് പറഞ്ഞു? ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ. ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല. ഓ, എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതകപ്രകാരം കുറച്ച് കഷ്ടമുള്ള കാല. ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന. അതുകൊണ്ട് 24 മണിക്കൂറും അവനെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടി. എന്താ ഒരു 5-6 മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ? പറ്റിക്കാം. ഒന്നും പേടിക്കണ്ട. ഒരു തരി പൂഴി ദേഹത്ത് വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം. പട്ടാമ്പിയിലെ മാടത്തോട് കേശവന് ഇതുപോലൊരു പ്രശ്നം പറഞ്ഞില്ല. അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പുറത്തേക്ക് എന്തോ ഇതിൽ ആരാ വലിയ രാമൻ നായർ, ആരാ ചെറുത്? ഞാനാ വലിയ രാമൻ നായർ, ഇത് ചെറിയ രാമൻ നായർ. അപ്പുറത്തേക്ക്
അയ്യോ തമ്പ്രാൻ നിക്ക, നിക്ക. തമ്പ്രാനെ അവിടെ നിക്ക. എവിടേക്കാ? ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയെന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. പടി 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 സൂക്ഷിക്കുക. കാല് കാല് ഇതാ ഉമിക്കരി പല്ല് വെച്ചോളൂ. ഇതാ വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം. പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങി പോവും. ദാ, അതുപോലെ. എങ്ങട്ടാ എങ്ങട്ടാ? ഇവിടെ നരകത്തിലേക്ക്. തമ്പ്രാനെ കുളിക്കാനാ വെള്ളം ചൂടാക്കുന്നേ. എനിക്കോ? ഞാൻ ദിവസവും കുളത്തിലാ കുളിക്കും. ആ, അത് പഴയ കഥ. ഇനി ഇന്ന് തൊട്ട് കുളത്ത് കൂടില്ല. ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സില്ലെങ്കിലോ? ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ അടുത്ത് ഇവിടെ ചെറിയ രാമനാര് ഒന്ന് വേഗം ഇങ്ങോട്ട് എടുക്കുക. എന്നെ വിടുന്നു. ഞാൻ അവിടെ കുളത്തിലെ ഇരിക്കാൻ. കുളിക്കുള്ളൂ. അവിടെ ഇരിക്കാൻ. ആഹാ. എന്തൊരു കഷ്ടായത്. എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോവൊന്നുമില്ല. അങ്ങനെ പേടിയൊന്നുമില്ല. ഇനി ഓടിപ്പോയാലും പിടിച്ചുകൊണ്ടുവരാനൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് മാത്രം. പറയുമ്പോലെ ചെറിയ തമ്പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് കിടക്കണേ? വീട്ടേക്ക് വലിയ രാമൻ നായരെ. ഇങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് പറയാം. ചെറിയ രാമൻ നായരെ, ആ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുക ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റില്ല മോനെ. വല്യരാമന്മാര് ഞാൻ എപ്പോഴും. ഈ തമ്പ്രാൻ എങ്ങോട്ടാ പോയേ? തമ്പ്രാനെ തമ്പ്രാനെ തമ്പ്രാൻ എവിടെ? തമ്പ്രാൻ എവിടെയാണോ? തമ്പ്രാൻ ഇവിടെ പറച്ചോണ്ട് എന്നോട് ചോദിക്കണേ, പോയൊക്കെ അന്നും കൂടി വരിക നോക്കുക. തമ്പ്രാനെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം. കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഭാര്യ വിട്ടു വന്നോളൂ. തമ്പ്രാനെ അവിടെ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ. വാഹനാണല്ലോ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ. ഈ പറഞ്ഞ അനുസരിച്ച് ആദ്യം വല്ല അപകടം വരുമോ? നല്ലല്ല. ഇറങ്ങിക്കോളൂ. എന്താ തോന്നിയാ ഇറങ്ങാൻ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ. തമ്പ്രാനെ ഇറങ്ങണം, നിർബന്ധമായിട്ട് ഇറങ്ങണം. ഞാനാ വലിയ രാമൻ നായരെ പിടിച്ചോളൂ. അയ്യോ തമ്പുരാനെ, ചെറിയ രാമനാരെ ഇരിക്ക. അയ്യോ പിടിച്ചോളൂ. രാമനാരെ ഓടി പിടിക്കാ. അയ്യോ അയ്യാത്തോണ്ടല്ലേ പിടിക്കാൻ. രാമനാരെ അവിടെ നിൽക്കാൻ. എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള്. ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ. എന്റെ തമ്പ്രാനെ, ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്. പുറത്ത് നിർത്തി വെള്ളം അടിച്ചാൽ മതി. കത്തും കമ്പിയൊക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ. ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട. നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി. അതറിയാം. നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? അല്ല, അറിഞ്ഞു കാണൂ. തമ്പുരാനെ തമ്പ്രാനെ പോയി, തമ്പ്രാനെ പോയി. നമ്മളെല്ലാരും വിട്ട് ഓടിപ്പോയി. എവിടേക്ക് പോയി? എങ്ങനെയാ ഞങ്ങളിപ്പോ അത് പറയാ? അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ഇടഞ്ഞത്. ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണമായിരുന്നു. 4 ആളുടെ ബലല്ലേ കാണിച്ചേ? എന്റെ നെഞ്ചത്തി ചവിട്ടിട്ടാ ഓടിയേ, ആന ചവിട്ടും പോലെ. അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയ രാമനാരെ പറയണേ? എത്ര ആയാലും നമ്മള് ചെറിയ തമ്പുരാനല്ലേ, എന്റെ നാവിക്കല്ലേ കുത്തിയത്. എന്നാലും എന്തൊരോട്ടാ ചെരമ്പരാൻ ഓടിയേ.
ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ. ഓടി ഓടി എരഞ്ഞോളി പാലം വരെ എത്തി, പിന്നെ അങ്ങോട്ട് മറഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ. ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിട്ട് ഇനി തിരിച്ചു വരുന്ന കോളില്ല, അല്ലേ ചെറിയ രാമൻ നായരെ? അതെ, വലിയ രാമൻ നായര്. അല്ല, എങ്ങോട്ടാ ഓടിയത്? അതന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. എങ്ങോട്ട് പോയ? ഇതാ നിക്കണേ. ആദ്യം പ്രാർത്ഥന. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വേണ്ട, അല്ലാഹു എന്ന് യാസീൻ. മനസ്സിൽ പ്രാർത്ഥിച്ചാ മതി. ഓ കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ കാണട്ടെ എന്ന്. മറ്റേ ഫയൽ എടുക്ക്. ഈ ഫയലുണ്ട്. ഇതോ ഇതല്ല. എന്താ കണക്ക് ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി തപ്പുന്നത്? അല്ല, ധനകാര്യം മൂപ്പരല്ലേ, മൂപ്പർ ആദ്യം കണക്ക് വെക്കട്ടെ. അത് പറയാൻ താനാരാ? അല്ല, ഈ താൻ ആരാന്ന് ചോദിക്കാൻ താനാരാ? അത് പറയാൻ താനാരാ? എന്താക്കടാ ഈ വന്ന്? നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഗതാഗതത്തിന്റെ കണക്കാണ്? ഗതാഗത വകുപ്പ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് വെച്ച് കണക്ക് ബോധ്യപ്പെടുത്താൻ നമ്മളെക്കാൾ ബാധ്യത ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഈ കോശാനാണ്. എനിക്കിനി വയ്യാട്ടോ. ഇത്രയും കാലം ധനകാര്യം ഞാൻ അന്തസ്സായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ചില്ലി കാശിന്റെ കൈക്കൂലിയോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടുണ്ടോ? ഈ കോഴിശ്ശേരി തറവാട്ടിലെ കാരണവരായ കുറുപ്പ് മുതലാളിന് ഇവിടുത്തെ ഗതാഗത വകുപ്പിന് അള്ളാണ് സേവിച്ച് സേവിച്ച് നിങ്ങളിത് നോക്കി നമ്മളെ എല്ലും തോലായി. നിങ്ങളിത് കാണണ്ടോ മുതലാളി? എല്ലും തോലും. കണക്ക് ആവശ്യപ്പെടുമ്പോ എപ്പോഴും വഴക്കും വക്കാണവും. നിങ്ങൾ ആരാ എന്റെ കാര്യസ്ഥന്മാര് തന്നല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യണം, അടുത്ത ആഴ്ച മുതൽ എല്ലാ കണക്കുകളും എന്നെ ബോധ്യപ്പെടുത്തണം. അതും പകല്, രാത്രിയുള്ള ഇടപാടേ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്റെ അനന്തരവന്മാരില്ലേ രാകേഷും രമേഷും, എത്രയും വേഗത്തിൽ അവരെ കത്തയച്ചു വരുത്തണം. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ചെത്തുകാരൻ വിചാരിച്ച ഒരു തെങ്ങിന് കേടുപാട് പറ്റിയ ഓനെ കൊണ്ട് കഴിയും. നമ്മുടെ ഒരു ചുക്കില്ലേ അവനെ കൊണ്ട് കഴിയൂല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താണ്? ഒത്തുപിടിച്ചാ മലയും പോരും. ഇവിടെ മലയും കുന്നൊന്നുമല്ല പ്രശ്നം, ഞമ്മക്ക് ഈ തറവാട് കുളം കോരണം, അതാണ് പ്രശ്നം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ. ആ ദേ, നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും പാടില്ല. അതാണ് നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ഈ നമ്മളെ ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ബാപ്പനെ വിളിക്കില്ല, ബാപ്പനെ പട്ടിന്ന് വിളിച്ചോ. ഏറ്റല്ലോ? ഏറ്റ് ഏറ്റല്ലോ? ഏറ്റ്. ഇങ്ങോട്ട് വന്നേ. എന്താ എനിക്ക് സ്വകാര്യം? ഒരു ഉമ്മ തരാനാണ്. ഉമ്മ? എന്തൊരു നാറ്റം. എന്നാ വേണ്ട. അത് അപ്പൊക്ക് പറഞ്ഞി ഉമ്മ വെക്കുമ്പോഴൊക്കെ കറുത്ത്. സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്. എന്താണ്? അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എന്താണ് ഘോഷ? നിങ്ങൾ നമ്മൾ ഒന്നല്ലേ, പിന്നെ എന്തിനാ ഈ ഒളിച്ചു വെക്കണേ? എന്തിനാ ഈ സങ്കടം? എനിക്ക് അതിന്റെ പകുതി എനിക്ക് കിട്ടണം. അല്ലാ, അസല് ബിത്താണ് മോനെ. ഒരു ഉമ്മക്കാരൻ ഒക്കത്തെ കൂലിപ്പണി വരെ ചെയ്തേക്കും. ചെയ്യും ചെയ്യും. ആ നാരായണുള്ള കാര്യസ്ഥനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ അയാൾ ഇവിടെ പോയി കിടക്കുന്നു. ആ എന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പണി നോക്കാം. അതാ 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 പോണം, അതാ പോണം, അതെ പോണു, അതാ പോണോ. അല്ലോ, ഗുഡ് മോർണിംഗ് ഇക്ക. ആ വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് വണ്ടി? സ്റ്റൈലായിട്ടുണ്ടല്ലേ? എന്റെ മോനെ രാകേഷ്, നീ വെറുതെ സോപ്പിടല്ലേ. പറയാനുള്ള എന്താ വെച്ചാ നേരെ ചുവ പറയും, ഇങ്ങനെ വളച്ചൊടിച്ചണ്ട കേട്ടാ. എന്നാ നേരെ ജോയിന് പറയാം. സ്വത്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ രമേശനും കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജോലി അടിപ്പിച്ചില്ലേ, എന്നിട്ട് ശരിക്കുള്ള ആഹാരം പോലും ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ മോനെ അങ്ങനെ? ഇങ്ങക്കെല്ലാം ഇക്കാണ്ട സ്വത്തൊക്കെ പിന്നെ ആർക്കാണ്? സ്വത്തിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ആദ്യം ആഹാരത്തിന്റെ കാര്യം ആവട്ടെ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ഈ ആഹാരത്തിന് എന്താ ഒരു കുഴപ്പം? ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയാ പതിവായി തരുന്നത്. ഈ കാര്യം ഞങ്ങൾ ലൈലയോട് പറഞ്ഞതുമാണ്. ലൈലയോട് എന്താ പറഞ്ഞേ? അത് പറയട്ടെ, അവിടെ പറയട്ടെ. അല്ല, ഈ കഞ്ഞിയും ചമ്പന്തിന്റെയും കാര്യം പറയാണ്. അത്രേ ഉള്ളൂ രാകേഷ്. അതേ കോശിച്ചായ. ഈ പണി എടുപ്പിച്ചതും ആഹാരത്തിന് വേണ്ടി ബഡ്ജറ്റ് വെട്ടിക്കുറച്ചതും ഒക്കെ ഞാനാ. ഇതറിഞ്ഞപ്പോ കുറുപ്പ് അദ്ദേഹത്തിന് എന്ത് സന്തോഷായിരുന്നോ. നേരാണോ കോശിച്ചായ? പിന്നെ സ്വത്തുക്കള് മുഴുവനും രാകേഷിനും രമേശനും എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് കുറുപ്പത്തി ഞമ്മളെ വിളിച്ച് പറഞ്ഞു. സത്യം? കള്ളത്തരം.
ഇങ്ങോട്ട് നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമുണ്ടോ? മോനെ, ഞമ്മൾ ഇങ്ങളൊരു ബൈക്ക് ആക്കി തരാം. ആ കാര്യം ഞങ്ങളെ ഏറ്റു. ആ. താട് വന്നേ. എന്തിനാ അവനെ തല്ലേ? കൊല്ലും ഞാൻ ആ പന്നീനെ. ഓ ആ. ആ, എന്താ രാകേഷേ മുഖത്തൊരു ബല്ലായ്മ? വല്യമ്മയുടെ വീട്ടിൽ പോ 1000 രൂപ വേണം. അത്രേ ഉള്ളൂ? 2000 ഉറുപ്പ്യ മേടിച്ചോ? ഒരു 10% കമ്മീഷൻ പോയിട്ട് ബാക്കി 1800 രൂപ വാങ്ങിച്ചോളൂ. എന്താ സമ്മതല്ലേ? ഓ അല്ല കുഴപ്പമില്ല. കിട്ടുന്ന അങ്ങോട്ട് മേടിച്ചോളി. ഒക്കെ ഞമ്മള് പറഞ്ഞുതരാം. ഇപ്പൊ ഈ 200 ഉറുപ്പ്യ കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, സ്വന്തം ബാപ്പനെ പോലെ സ്നേഹിക്കുന്ന ഇയാൾക്കും വേണ്ടിട്ടല്ല. പിന്നെ ഇവിടെ വേറെ എടുത്തിട്ടുണ്ടല്ലേ നാരായണൻ, ആ നാറയ്ക്ക് വേണ്ടിട്ടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? പറയും. വേണ്ട, കുട്ടി എപ്പോഴാ പോണേച്ചോട് വന്നോളൂ, ഞാൻ കാശ് ആ തരാം. ശരി, ഞാൻ പൊക്കോ, പോകുന്നു. പൊക്കോ, പോയിക്കോളി, പൊക്കോ, പോയിക്കോളി, പൊക്കോ. പോയിക്കോളി. താൻ പോടോ. ഞമ്മളോട് പോകാന് അവോ. പിന്നെ ആ 200 100 കൂടെ എടുക്ക്. ചത്താ മതി ഇവിടെ. പൈസ ചോദിച്ചപ്പോ കൊഞ്ചിനാ. പൈസ ഉണ്ടാ? ആ പന്നി പോയാ? പോയി. ആ പൈസ പൈസ തരാടാ.